ഓഗസ്റ്റ് 15, ജനുവരി 26 ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ദിവസങ്ങൾ, അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെയൊക്കെ ദിവസങ്ങൾ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നൊരു വിവാദമാണ് വന്ദേ മാതരം ഫുൾ പാടണോ കുറച്ച് പാടണോ. വന്ദേ മാതരത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ രണ്ട് വരി ബാക്കിയെല്ലാം കറക്റ്റാണ്. 2 വരി ഹിന്ദു ദേവതകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വരികളാണെന്നും അത് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും പാടുന്നതിന് പ്രയാസമുണ്ട് എന്നുള്ളതാണ് ഒരു തർക്ക വിഷയം. പക്ഷെ ഈ തർക്ക വിഷയം സ്വാതന്ത്ര്യ സമരകാലത്ത് പാടുന്നതിൽ ആർക്കും ബുദ്ധിമുട്ടില്ലായിരുന്നു. ഹിന്ദുക്കൾക്കും ബുദ്ധിമുട്ടില്ലായിരുന്നു, മുസ്ലിങ്ങൾക്കും ബുദ്ധിമുട്ടില്ലായിരുന്നു, ക്രിസ്ത്യാനികൾക്കും ബുദ്ധിമുട്ടില്ലായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാർക്കും ബുദ്ധിമുട്ട്. അന്ന് എല്ലാവരും പാടിയ ഒരു പാട്ടാണ്. പക്ഷെ കാലം കഴിഞ്ഞു വന്നപ്പോൾ BJP അധികാരത്തിൽ വരുന്നു, സംഘപരിവാർ അധികാരത്തിൽ വരുന്നു. അവർ കർശനമായി ഇത് പാടണമെന്ന് പറയുന്നു. കർശനമായി പാടണമെന്ന് പറയുമ്പോൾ ഇത് കർശനമായി പാടാൻ കഴിയില്ല എന്നൊരു വിഭാഗം പറയുന്നു. അപ്പോൾ അതിനകത്ത് ചികഞ്ഞു നോക്കിയപ്പോൾ 2 വരി അതിനകത്ത് കിടപ്പുണ്ട്. തീർച്ചയായിട്ടും 2-3 വാക്കുകൾ അതിനകത്ത് ദേവദാസ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട കിടപ്പുണ്ട്. ബങ്കിം ചന്ദ്ര ചാറ്റർജി അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു ഗാനത്തിൽ ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. ഒന്നുകിൽ വന്ദേ മാതരം വേണം അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയിട്ടുള്ള ജനഗണമന നമ്മൾ പാടുന്നുണ്ട്. അതേപോലെ ഇത് വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട തീരുമാനിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇത് വിവാദമാവും. ഇപ്പോൾ തന്നെ വിവാദമായിട്ടുള്ളത് ചീഫ് സെക്രട്ടറി, തദ്ദേശ ഭരണ വകുപ്പ് സെക്രട്ടറിക്ക് അയച്ചിരിക്കുന്ന എല്ലാ പഞ്ചായത്തുകളിലുമൊക്കെ ഈ പിന്നെ കളക്ടർമാരും അതുപോലെ തന്നെ MLA മന്ത്രിമാരും ഒക്കെ ഓരോ ജില്ലകളിൽ പോയി കൊടി ഉയർത്തും, സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ കൊടി ഉയർത്തും, പരേഡ് സ്വീകരിക്കും, അങ്ങനെ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വന്ദേ മാതരം അവിടെ ആലപിക്കണോ വേണ്ടേ എന്നുള്ളതാണ് തർക്ക വിഷയം. അപ്പോൾ തിരുവനന്തപുരത്ത് ചിലപ്പോൾ നടക്കുന്ന പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കും. അപ്പോൾ അതിനകത്ത് വന്ദേ മാതരം വേണോ വേണ്ടേ. അപ്പോൾ ഗവർണറെ ലോക്ഭവനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ രാജ്ഭവനല്ല, ലോക്ഭവനെ സംബന്ധിച്ചിടത്തോളം വന്ദേ മാതരം അവരൊരു കർശനമായി പറയുന്നതാണ്. പക്ഷെ ഇപ്രാവശ്യം ചീഫ് സെക്രട്ടറി LSD സെക്രട്ടറിക്ക് അയച്ച ലെറ്ററിൽ വന്ദേ മാതരം സമ്പൂർണ്ണമായി പാടണം എന്ന് പറയുന്നുണ്ടെങ്കിലും അത് പാടാനായി നിർദ്ദേശിച്ചിട്ടില്ല എന്നാണ് ലോക്ഭവൻ. അവിടെ നിന്ന് നിർദ്ദേശം പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ വീണ്ടും കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. അവിടെ നിന്ന് നിർദ്ദേശമില്ലെങ്കിൽ, കാരണം ഇപ്പോൾ എല്ലാവരും ഈ തെറി പറയുന്നവരും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നവരും സോഷ്യൽ മീഡിയയിൽ ബഹളം ഉണ്ടാക്കുന്നവരും നേരെ ലെൻസ് തിരിച്ചു വെച്ചിരിക്കുന്ന ലോക്ഭവനിലേക്കാണ്. ലോക്ഭവൻ പറഞ്ഞത് കൊണ്ടല്ലേ, RSS അല്ലേ, സംഘിയല്ലേ, അതിനെ കുഴിഞ്ഞു നിൽക്കുന്നു, നൂന്ന് നിൽക്കുന്നു, നിവർന്ന് നിൽക്കുന്നു, ചരിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തയാണ്. അങ്ങനെ വാർത്തകൾ കാണുമ്പോൾ തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ലോക്ഭവൻ പത്രക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നു, ഞങ്ങൾ അങ്ങനെ ഒരു നിർദ്ദേശവും താഴേക്ക് കൊടുത്തിട്ടില്ല എന്ന്. അപ്പോൾ ലോക്ഭവൻ ഒരു നിർദ്ദേശവും തന്നിട്ടില്ല, രാജ്ഭവനാണ് നിർദ്ദേശങ്ങൾ, അല്ല പിന്നെ സെക്രട്ടേറിയറ്റാണ് ഈ നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ സെക്രട്ടേറിയറ്റ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ എങ്ങനെ പോകുമെന്ന് നമുക്കറിയില്ല. എന്തായാലും വലിയ വിവാദമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു കാരണവശാലും ഉണ്ടായിക്കൂടാത്തൊരു വിവാദമാണ്. ഒന്നുകിൽ കേന്ദ്ര സർക്കാർ വന്ദേ ഭാരതിൽ ആ വരികൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സമീപനം എടുക്കണം, അല്ലെങ്കിൽ എല്ലാവരും അത് പാടാൻ തീരുമാനിക്കണം, അല്ലെങ്കിൽ അത് പാടുമ്പോൾ സൈലന്റ് ആയിട്ട് പാട്ട് സൈലന്റ് ആയിട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവർ പാടട്ടെ എന്ന് വിചാരിക്കണം. ഇതൊന്നും ചെയ്യാതെ നമുക്കതൊരു നല്ല രസകരമാണ്. കുറച്ച് പേർക്ക് ഇതൊരു വലിയ വിഷയമാണ്. ഇങ്ങനെ കിടന്ന് തർക്കിച്ച് അടിക്കാനുള്ള വിഷയം. അതിൻ്റെ കാര്യമില്ല. കാര്യം സംഘപരിവാർ ഉണ്ടാകുന്നതിന് മുമ്പ്, RSS ഉണ്ടാകുന്നതിന് മുമ്പ്, BJP ഉണ്ടാക്കുന്നതിന് മുമ്പ് എത്രയോ മുമ്പാണ് ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജി അങ്ങനെ ഒരു കവിത എഴുതി. അദ്ദേഹം വളരെ സതുദ്ദേശത്തോടു കൂടി ചെയ്തതാണ്. അന്ന് ബംഗാളിൽ ഇരിക്കുന്ന പൂജ സംവിധാനം, ഇപ്പം ദുർഗാ പൂജ ബംഗാളിൽ ഒരു വലിയ വിശ്വാസമാണ്. അത് അന്നും ഇന്നും എല്ലാം വിശ്വാസമാണ്. അപ്പോൾ ദുർഗാ പൂജയാണ് അവിടുത്തെ വലിയ ഒരു ആഘോഷവുമാണ്. ബംഗാളികൾക്ക് ദുർഗാ പൂജ എന്ന് പറഞ്ഞാൽ അവരുടെ വികാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധനത്തിൻ്റെയും ദുർഗയുടെയൊക്കെ ദേവതാ സമ്പ്രദായത്തെ കൂടി പ്രകീർത്തിക്കുന്ന ഒരു ദൈവവിശ്വാസമുള്ള നാട്ടിലാണിത് വന്നത്. അതിനെ ഇപ്പോഴെടുത്ത് നമ്മൾ അലക്കുന്നത് ശരിയല്ല. ഒരു കാരണവശാലും വന്ദേ മാതരത്തെ അങ്ങനെ തെരുവിലിട്ട് അലക്കരുത്. അത് കർശനമാക്കണമെന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ വിവാദ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം. അല്ലെങ്കിൽ അങ്ങനെ പാടുന്നവർ പാടട്ടെ, പാടാത്തവർ പാടണ്ട എന്ന് തീരുമാനിക്കണം. അല്ലാതെ സ്റ്റേജിൽ പാടണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ നിന്നും വലിയ തർക്കം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ദേശീയ ഗാനം പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാട്ടാണ്. അത് എഴുതിയതും പ്രധാനപ്പെട്ട ഒരാളാണ്. മാത്രമല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വളരെയധികം നൊസ്റ്റാൾജി ഉണ്ടാക്കിയിട്ടുള്ള വളരെ മനോഹരമായ ഒരു പാട്ടാണ്. ആ പാട്ടിനെ അതിൻ്റെ ഏതാനും വരികളെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ തർക്കത്തിലേക്കും വിവാദത്തിലേക്കും പോകുന്നത് ഒരു കാരണവശാലും ഗുണകരമല്ല. സ്വാതന്ത്ര്യ സമരത്തിന് പാടിയിട്ടുള്ള, സ്വാതന്ത്ര്യ സമര കാലത്ത് ജീവിച്ചിരുന്നവരോടുള്ള ഒരു അനാദരവ് കൂടിയാണത്. ഒരു കാരണവശാലും അത് പാടില്ല. അതുകൊണ്ട് ഇതൊരു വട്ടമേശ സമ്മേളനത്തിൽ തീർക്കേണ്ട വിഷയമാണ്. ഒരു സമവായത്തിൽ ഈ ചർച്ച ചെയ്തുകൊണ്ട് ഈ പ്രശ്നം തീർക്കേണ്ടതാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വേണമെങ്കിൽ പാടട്ടെ, വേണ്ടെങ്കിൽ അവർ പാടണ്ട. അവർക്ക് ദേവതാ സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ ദൈവ സമ്പ്രദായത്തിൽ, ഇന്ത്യയിലെ വിഗ്രഹാരാധന സമ്പ്രദായത്തിൽ വിശ്വാസമില്ലാത്തവരാണ്. ഇപ്പോൾ ക്രിസ്ത്യാനികളാണെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്നവരാണ്, മുസ്ലിംസ് ആണെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. അവർക്കൊരിക്കലും ഇന്ത്യയിലെ വിഗ്രഹാരാധനയോട് മമത വരണം അല്ലെങ്കിൽ അവർ അംഗീകരിച്ചിട്ടുണ്ടെന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരു
എന്നൊരു അമിക്കബിൾ സെറ്റിൽമെൻറ്റിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് അടിയന്തരമായ ഒരു സമിതിയെ നിയോഗിച്ച് എല്ലാവരിൽ നിന്ന് അഭിപ്രായം എടുത്തുകൊണ്ട് ഇത് പുനഃസംഘടിപ്പിക്കണം, റീഡിസൈൻ ചെയ്യണം. അല്ലാതെ ഓരോ പ്രാവശ്യവും ജനുവരി ആകുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ആഗസ്റ്റ് 15 ആകുമ്പോൾ ഇങ്ങനെ ഒരു വിവാദമുണ്ടാക്കുന്നത് ദേശീയ നേതാക്കളോട് ചെയ്യുന്ന, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോട് ചെയ്യുന്ന ഒരു അനാദരവാണ്. അതിനേക്കാൾ ഉപരി വളരെ സതുദ്ദേശത്തിൽ എഴുതിയ ഒരു ഗീതം എഴുതിയ ബങ്കിം ചന്ദ്ര ചാറ്റർജിയോട് ചെയ്യുന്ന വലിയ അനീതിയാണ്. ആ അനീതിയിലേക്ക് ആരും പോകരുത് എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുകൊണ്ട് വന്ദേമാതരം പാടണോ, പൂർണ്ണമായി പാടണോ, പിന്നെ ഭാഗികമായി പാടണോ എന്നൊക്കെ ഗവൺമെൻറ്റിനും സംവിധാനങ്ങൾക്കും തീരുമാനിക്കാം. പക്ഷേ ഇത് ഒരു തർക്ക വിഷയമായി, ഒരു വിവാദ വിഷയമായി മാറ്റിയത് വളരെ ഖേദകരമാണ്. അത് തീർച്ചയായും ഒഴിവാക്കേണ്ടതായിരുന്നു.